രാവിലെ തന്നെ ചായ വെക്കുന്നതിലൂടെ അടുക്കളയുടെ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ചായ വെച്ച് അതുപോലെ തന്നെ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഗ്രീൻ പീസ് കറി അത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിംബക്കുട്ടൻ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം മഴ കാരണം അവനെ പുറത്തിറങ്ങാൻ അല്പം ലേറ്റ് ആയിട്ടുണ്ട്. പത്തിരിക്ക് നല്ല മയവും സോഫ്റ്റ്നെസ്സും കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് അങ്ങ് കുഴയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് നന്നായിട്ട് പരത്തി ചുട്ടെടുക്കുമ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പൊങ്ങി വരും. അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പത്തിരി കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യക്കൂട്ടിന് ഉറങ്ങി വെച്ച് വരുമ്പോൾ തന്നെ അവൻ്റെ പാൻറ്റും ഉടുത്തൊക്കെ അവൻ തന്നെ അഴിച്ച് കളയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മുക്കുട്ടിക്ക് ഇന്ന് കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടി കോട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരി മണിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് നോക്കി നിൽക്കുന്ന ഞാനും ആദ്യക്കുട്ടനും. അവൾ പലതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവനൊക്കെ അത് കണ്ട് ചിരിച്ചിരിക്കണം. പണി കഴിഞ്ഞ് ഞാനും അതുപോലെ തന്നെ അഖിലേട്ടനും കൊലായിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ ഒരു അച്ചപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ മഴയെ ആസ്വദിച്ചിരിക്കുകയാണ്. നമ്മൾ സിംബ നല്ല ഉറക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് സ്റ്റോർ തരിയാട്ടോ വെച്ചാൽ സ്റ്റോർ തരിയുണ്ട് ചോറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും അതുപോലെ തന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു. നല്ല കോര മുളകിട്ടുണ്ടായിരുന്നു. പച്ചക്കറി ഉണ്ടായിരുന്നു. അമ്മക്കുട്ടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ നനഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും നനഞ്ഞിൽ കുളിച്ച് കയറട്ടെ. ഇത് നോക്കി നിൽക്കുന്ന ഞാനും ആദ്യം കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.